ഹായ് കൂട്ടുകാരെ, കഴിഞ്ഞ വീഡിയോയിൽ വാട്സപ്പിൻ്റെ ഒരു ഫീച്ചർ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് വാട്സപ്പിൻ്റെ പുതിയൊരു ഫീച്ചറായിരുന്നത് ഫിംഗർ പ്രിൻറ്റ് അൺലോക്കിംഗ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഫീച്ചർ കൂടി ഉണ്ടായിരുന്നു, ഞാനത് പറയാൻ വിട്ടുപോയി. അപ്പോൾ അത് നിങ്ങളോട് ആ ഫീച്ചർ കൂടി നിങ്ങൾക്ക് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ ഫീച്ചറിലേക്ക് പോകാം. അപ്പോൾ ഈ പുതിയ വാട്സപ്പിൻ്റെ ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാം വാട്സപ്പിൽ മെസ്സേജുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുകയും വീഡിയോ കോൾ ചെയ്യും. അങ്ങനെ ഒരുപാട് ഉപകാരങ്ങൾ നമുക്ക് വാട്സപ്പിലൂടെ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ലോകത്താകമാനം 150 കോടിയോളം ജനങ്ങളാണ് വാട്സപ്പ് ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ മാത്രം 40 കോടിയോളം ജനങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ് പഠനം തെളിയിക്കുന്നത്. അപ്പോൾ ഈ വാട്സപ്പ് ദിനംപ്രതി ഓരോരോ പുതിയ ഫീച്ചറുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഫിംഗർ പ്രിൻറ്റ് അൺലോക്ക് എന്ന് പറഞ്ഞൊരു ഫീച്ചർ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആ ഫിംഗർ പ്രിൻറ്റ് എങ്ങനെ എനാബിൾ ചെയ്യാമെന്നുള്ളത്, ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളത് ആ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കി അത് ചെയ്യാം. ഇത് പുതിയ ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഗ്രൂപ്പ് മെസ്സേജ് ചെയ്യുന്നതാണ്. ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് പരസ്പരം ആ ഗ്രൂപ്പുകൾ തമ്മിൽ നമ്മൾ ചാറ്റിങ് നടത്താറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചാറ്റിങ് നടത്തുമ്പോൾ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മളെ അറിയാൻ പാടില്ലാത്ത ആൾക്കാർ പോലും നമ്മളെ ഗ്രൂപ്പിലേക്ക് ചേർക്കും. അങ്ങനെ ഒരുപാട് ഗ്രൂപ്പ് നമ്മളെ ഫോണിലേക്ക് വരും. അതിലെഴുതും, അവർ പറയുന്നത് നിങ്ങളുടെ നമ്പർ വേറൊരു ആൾ വഴി കിട്ടിയതാണെന്നൊക്കെയാണ് അതിൽ എഴുതി കാണിക്കാറ്. പക്ഷേ നമുക്ക് പോലും അറിയാൻ പറ്റില്ല ഏത് ഗ്രൂപ്പാണ് ആരാണ് എന്നൊക്കെ ഉള്ളത്. ഈ ബിസിനസ് ഗ്രൂപ്പുകളൊക്കെ ഒരുപാട് നമ്മൾ ആവശ്യമില്ലാതെ ആഡ് ചെയ്യും. അത് നമുക്ക് ഡിസ്റ്റർബൻസ് ആണ്. കാര്യം നമുക്ക് ആവശ്യമില്ലാത്ത ഒരു ബിസിനസ് ഗ്രൂപ്പിലേക്ക് നമ്മൾ ചെയ്ത് നമ്മുടെ ഫോണിൻ്റെ സ്പേസ് നഷ്ടപ്പെടും. അപ്പോൾ അത് പലർക്കും ഡിസ്റ്റർബായിട്ട് പലരും അത് ലെഫ്റ്റ് അടിക്കും. അങ്ങനത്തെ ഉള്ള ഗ്രൂപ്പിൽ നിന്ന് അങ്ങനെ ലെഫ്റ്റ് അടിച്ച് പോകാനും നമുക്ക് നേരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് വാട്സപ്പ് പുതിയൊരു ഫീച്ചർ കൊണ്ടുവന്നത്. കാര്യം നമ്മളെ ഗ്രൂപ്പിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആൾക്കാരും ഗ്രൂപ്പിൽ മാത്രമേ നമ്മൾ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ കണ്ണിക്കണ്ട മറ്റുള്ളവർക്ക് മുഴുവൻ നമ്മളെ ആഡ് ചെയ്യാനുള്ള ഒരു അധികാരം എടുത്തു കളയണം. വാട്സപ്പ് തന്നെ അതിന് മുൻകൈ എടുത്ത് കളയണം. അപ്പോൾ നമുക്ക് തീരുമാനിക്കാം നമ്മളൊരു ഗ്രൂപ്പിലേക്ക് ആരെ ആഡ് ചെയ്യാൻ പറ്റും, ആർക്കൊക്കെ നമ്മളെ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് തന്നെ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഫീച്ചറാണ് ഈ വാട്സപ്പ് നമുക്കിപ്പോൾ കൊണ്ടുവന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് ഞാനിപ്പോൾ വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ അതിൻ്റെ വിവരിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എങ്ങനെ എനാബിൾ ആക്കാമെന്ന്, നിങ്ങളുടെ വാട്സപ്പിൽ സെറ്റിങ്സ് എടുത്ത് അത് എങ്ങനെ എനാബിൾ ആക്കാമെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ശ്രദ്ധിച്ച് അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് ഒഴിവാകാൻ പറ്റും. അപ്പോൾ മൊബൈലെടുത്ത് മെയിൻ മെനുവിൽ നിന്ന് വാട്സപ്പ് സെലക്ട് ചെയ്യുന്നു. വാട്സപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ വാട്സപ്പിൽ ഓണാകുമ്പോൾ ഫിംഗർ പ്രിൻറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഫിംഗർ പ്രിൻറ്റ് ഓപ്ഷൻ അത് എനാബിൾ ആക്കണം. ഫിംഗർ പ്രിൻറ്റ് എനാബിൾ ആക്കി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് സെറ്റിങ്സ് എടുക്കുക. വാട്സപ്പിൻ്റെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് സെലക്ട് ചെയ്തതിന് ശേഷം നേരെ അക്കൗണ്ട് സെലക്ട് ചെയ്യണം. സെറ്റിങ്സിൽ നിന്ന് അക്കൗണ്ട് നമ്മൾ ഓപ്റ്റ് ചെയ്യണം. അക്കൗണ്ട് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ടിൽ നിന്ന് പ്രൈവസി എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. അത് പ്രൈവസിയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് താഴെ സ്ക്രോൾ ചെയ്ത് ഗ്രൂപ്പിൽ വരണം. ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ട അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് 3 ചോയ്സ് വരും. അതായത് ഇതിൽ നിന്ന് ആർക്കൊക്കെ നമ്മളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാമെന്നുള്ളതാണ്. എവരി വണ്ണിന് എല്ലാവർക്കും വേണമെങ്കിൽ എല്ലാവരും,
നമ്മുടെ കോണ്ടാക്റ്റിലുള്ള വ്യക്തികൾക്ക് മാത്രമേ കോണ്ടാക്റ്റ് സെലക്ട് ചെയ്യുക. അതല്ലെങ്കിൽ മൈ കോണ്ടാക്റ്റിൽ എക്സെപ്റ്റ് നമ്മുടെ കോണ്ടാക്റ്റിൽ ചിലരെ ഒഴിച്ച് നിർത്തണം. അവരെ ഒഴിച്ചിട്ട് ബാക്കിയുള്ളവരെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ വ്യക്തിയെ നമുക്ക് ആ വ്യക്തിക്ക് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിങ്ങനെ സെലക്ട് ചെയ്യണം. അതാണ് എക്സെപ്റ്റ് എന്ന് പറയുന്നത്. കോണ്ടാക്റ്റ് എക്സെപ്റ്റ്, മൈ കോണ്ടാക്റ്റ് എക്സെപ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ. അതങ്ങനെ ആരും അത് ഉപയോഗിക്കാറില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം വളരെ റെയറായിട്ട് മാത്രമേ ചിലപ്പോൾ ഉപയോഗിക്കുകയുള്ളൂ. എല്ലാവരും ചെയ്യണത് ഒന്നല്ലെങ്കിൽ എവരിവൺ, അല്ലെങ്കിൽ മൈ കോണ്ടാക്റ്റ് നമ്മുടെ കോണ്ടാക്റ്റിലുള്ള മുഴുവൻ പേർക്കും അതിനുള്ള ഇത് കൊടുക്കാം. എവരിവൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലോകത്തുള്ള ആർക്ക് വേണമെങ്കിലും നമ്മളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എവരിവൺ കൊടുക്കാതിരിക്കുക. എവരിവൺ കൊടുത്തു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മളിത് ഈ ഓപ്ഷൻ നമുക്ക് വാട്സപ്പ് ചെയ്തത്. അപ്പോൾ ഇതാണ് ഫീച്ചർ. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതാണ്. അതുകൂടാതെ ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് ഉടനെ ലഭിക്കുന്നതാണ്. താങ്ക്